ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നത്, that the tree was good for food, lust of the flesh. It was pleasant to the eyes, lust of the eyes. And the tree desirable to make one wise, the pride of life. അപ്പം ആദാവും പാപം ചെയ്തത് ഈ 3 കാര്യത്തിലാണ്. ലസ്റ്റ് ഓഫ് ദ ഫ്ലെഷ്, ലസ്റ്റ് ഓഫ് ദി ഐസ് ആൻഡ് പ്രൈഡ് ഓഫ് ലൈഫ്. എന്താണ് മലയാളത്തിൽ പറയുമ്പോൾ അത് ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. അതേ കാര്യത്തിലാണ്, അതാണ് യോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നത്. യേശുവിനെ പിശാച് മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വചനത്തിൽ വന്നിട്ട് യേശുവിനെ പരീക്ഷിച്ചത് ഇതേ 3 കാര്യത്തിലാണ്. ഒന്ന്, യേശുവിനോട് പിശാച് പറഞ്ഞു ഈ കല്ല് അപ്പമാക്കാൻ, ജഡം, ലസ്റ്റ് ഓഫ് ദ ഫ്ലെഷ്. രണ്ടാമത് എന്താ പറഞ്ഞേ? ലസ്റ്റ് ഓഫ് ദി ഐസ്. യേശുവിനെ മലമുകളിൽ കൊണ്ടുപോയിട്ട് ഈ സാമ്രാജ്യങ്ങൾ മുഴുവൻ എൻ്റേതാണ്, നീ അത് എൻ്റെ മുൻപിൽ മുമ്പിട്ട് ആരാധിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തരാം. ലസ്റ്റ് ഓഫ് ദി ഐസ്. പിന്നെ യേശുവിനോട് പറഞ്ഞു, ആലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് യേശുവിനോട് പറഞ്ഞു നീ ചാടുക. മാലാഹമാർ, സങ്കീർത്തനം 91 പറയുന്നുണ്ടല്ലോ, മാലാഹമാർ നിൻ്റെ കാലുകൾ കല്ലിൽ മുട്ടാതെ നിന്നെ അവരുടെ കയ്യിൽ താങ്ങും. എന്താണ്? പ്രൈഡ് ഓഫ് ലൈഫ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ 3 മേഖലയിലാണ് പാപമുള്ളത്. ലസ്റ്റ് ഓഫ് ദ ഫ്ലെഷ്, ലസ്റ്റ് ഓഫ് ദി ഐസ് ആൻഡ് ദ പ്രൈഡ് ഓഫ് ലൈഫ്. ഏത് പാപം നോക്കുകയാണെങ്കിലും ഇത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരും. അപ്പോൾ ഇത് തുടങ്ങിയത് പാപം, ഈ 3 കാറ്റഗറി പാപം തുടങ്ങിയത് എവിടെയാണ്? ആദാം ഹവ്വയുടെ. ഇതെവിടെ അവസാനിക്കുന്നത്? മനുഷ്യൻ മരിക്കുന്നത് വരെ. പക്ഷേ ഇതിൻ്റെ മധ്യേ നമ്മളുടെ കർത്താവായ യേശുവിനെയും ഇതേ 3 കാര്യത്തിൽ പരീക്ഷിച്ചു. അവിടെ യേശു എനിക്ക് നിങ്ങൾക്കും ഇതിൻ്റെ മുകളിൽ വിജയം എങ്ങനെയാണ് തരുന്നതെന്ന് കാണിച്ചു. എഴുതപ്പെട്ടിരിക്കുന്നു, ഇറ്റ് ഈസ് റിട്ടൺ. ഐ വിത്ത് മീ? അപ്പോൾ എനിക്ക് നിങ്ങൾക്കും ഈ കബളിപ്പ്, പിശാചിൻ്റെയും അല്ലെങ്കിൽ ലോകത്തിൻ്റെ കബളിപ്പിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ യേശു എങ്ങനെ പിശാചിൻ്റെ ആ പരീക്ഷണത്തിൽ നിന്ന് യേശുവിന് വിജയം കിട്ടിയോ അതേ മാർഗമാണ് ദൈവം എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ കബളിപ്പിക്കപ്പെടരുത്, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കണം. കാരണം എന്താണ്? നമ്മൾ ആ കബളിപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു കോൺസിക്വൻസ് ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ ആദാം ഹവ്വ ഒരു തീരുമാനമെടുത്തു. കാരണം യേശു ഒരു സ്ഥലത്ത്, ദൈവം ഒരു സ്ഥലത്ത് പറഞ്ഞു നീ ഇത് ഭക്ഷിച്ചാൽ നീ തീർച്ചയായിട്ടും മരിക്കും. പിശാച് മറ്റോടത്തൊരു ഉപദേശം തന്നു, നീ മരിക്കുകയില്ല. അവർക്ക് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട്, മനുഷ്യൻ്റെ വചനമുണ്ട്. ഹലോ, ഐ വിത്ത് മീ? ദൈവത്തിൻ്റെ വചനമുണ്ട്, മനുഷ്യൻ്റെ അല്ലെ ലോകത്തിൻ്റെ വചനമുണ്ട്. നീ ഏതാണ് ചൂസ് ചെയ്യുക? നീ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ വചനം നിയമാവർത്തനത്തിൽ പറയുന്നത്. നിൻ്റെ മുമ്പിൽ ഞാൻ ജീവൻ വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം ജീവനാണ്. നിൻ്റെ മുമ്പിൽ ഞാൻ മരണം വെച്ചിട്ടുണ്ട്. ജഡികമായ ജീവിതം മരണമാണ്. നിൻ്റെ മുമ്പിൽ ഞാൻ അനുഗ്രഹം വെച്ചിട്ടുണ്ട്. ജീവൻ, ദൈവത്തിൻ്റെ ജീവൻ അനുഗ്രഹമാണ്. നിൻ്റെ മുമ്പിൽ ഞാൻ മരണം വെച്ചിട്ടുണ്ട്, ശാപം വെച്ചിട്ടുണ്ട്. മരണം ശാപമാണ്. നീ തിരഞ്ഞെടുക്കണം. സഹോദര, ഇന്ന് നമ്മൾ ആരാധനയുടെ സമയത്തും കേട്ട ഒരു കാര്യം, വലിയ സത്യം എന്ന് വെച്ചാൽ നിൻ്റെ രക്ഷ നിൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഹലോ, എൻ്റെ അപ്പൻ നല്ലൊരു വ്യക്തിയായതുകൊണ്ടോ, എൻ്റെ അപ്പൻ വിചാരിച്ചോ, നമുക്ക് സങ്കല്പിക്കാം ദൈവഭക്തനാണ്, ആ അപ്പൻ സ്വർഗത്തിലാണ് ഇരിക്കുന്നതെന്ന് വയ്ക്കുക, എങ്കിലും നിനക്ക് രക്ഷയ്ക്ക് അതിൻ്റെ ഒന്നും കാര്യമല്ല. നിൻ്റെ രക്ഷ നിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 3-ാമത്തെ വചനത്തിൽ പറയുന്നത്, നിത്യജീവൻ എന്നത് ദേഹസത്യ ദൈവത്തെയും അവരയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക. അത് പറഞ്ഞത് സമൂഹം എല്ലാവരും അറിയണമെന്നല്ല, സഭ എല്ലാവരും അറിയണമെന്നല്ല, നീ അറിയണം. സാൽവേഷൻ ഒരു വ്യക്തിപരമായ കാര്യമാണ്. വേറൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം, നിൻ്റെ രക്ഷ എന്ന് പറയുന്നത് നീ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഉറപ്പാക്കണം. നീ ദൈവവുമായിട്ട് ഒരു ബന്ധം ഈ ലോകത്തിൽ പുലർത്തിയിട്ടില്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് ആര് എത്ര എന്ത് ചെയ്താലും വിചാരിച്ചാലും അത് നിനക്ക് ആ ബന്ധം പുനർസ്ഥാപിക്കാൻ പറ്റുകയില്ല. കാരണം ബന്ധം സ്ഥാപിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തീരുമാനമാണ്. തീരുമാനമെടുക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ മനസ്സ് ഉപയോഗിക്കണം. യു ഹാവ് ടു ടേക്ക് എ കോൺഷ്യസ് ഡിസിഷൻ. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല, നിനക്ക് സ്വന്തമായ തീരുമാനമെടുക്കുവാനുള്ള കഴിവില്ല. അപ്പോൾ
നിൻ്റെ നിത്യത നിൻ്റെ മരണത്തോടു കൂടി സീൽ ചെയ്യുകയാണ്. ഹെബ്രായർക്കുള്ള എന്ന് പറയുന്നത് മനുഷ്യൻ ഒരിക്കൽ മരിക്കും, പിന്നെ വിധി. തൽക്ഷണം മരിച്ചാൽ ആ തൽക്ഷണം നിൻ്റെ വിധി ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആദാം ഹവ്വയും ദൈവത്തിൻ്റെ വചനം ലംഘിച്ച് പിശാചിൻ്റെ വചനം അനുസരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചു? ജനസിസ് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം. ഉൽപ്പത്തി 3:24. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. ജീവൻ്റെ വൃക്ഷമാകുന്ന ആ യേശുവായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയി. ഐ വിത്ത് മീ? ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമുക്ക് കബളിപ്പിനെ കുറിച്ച് പറയാം. ഇവിടെ ഒരു തീരുമാനമെടുത്തു. എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിന് പകരം പിശാചിൻ്റെ വചനം അനുസരിക്കാം. പിന്നെ നമ്മൾ ജോഷുവ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം എടുക്കുകയാണെങ്കിൽ അവിടെയും അക്കാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അവൻ ദൈവത്തിൻ്റെ കൽപ്പനയുണ്ടായിരുന്നു, നിങ്ങൾ യെറിഹോ പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഉള്ളത് ഒന്നും എടുക്കരുത് എന്ന് വളരെ കർശനമായ ഒരു കൽപ്പന ദൈവം കൊടുത്തിരുന്നു. എങ്കിലും യോശുവ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപഥാർപ്പിതത്തിൽ വലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപഥാർപ്പിതമായ വസ്തു ഒന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു, നിങ്ങൾ ഒന്നും എടുക്കല്ല, തൊടാൻ പോലും പാടില്ല എന്ന്. പക്ഷേ അക്കാൻ എന്ന് പറയുന്ന വ്യക്തി കബളിപ്പിച്ച് ആരെയും കാണാതെ എന്ത് ചെയ്തു? ജോഷുവ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ മക്കൾ ശപഥാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു അകൃത്യം ചെയ്തു. യഹൂദ ഗോത്രത്തിൽ സേർഹിൻ്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശപഥാർപ്പിത വസ്തുവിൽ ചിലതെടുത്തു. യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിച്ചു. ആമേൻ. അപ്പോൾ മനസ്സിലാക്കണം, അക്കാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ കോപം ആരുടെ മുകളിലാണ് വസിച്ച്? ഇസ്രായേൽ ജനത്തിൻ്റെ മുകളിലും. സഹോദര, ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിറയ്ക്കണം. കാരണം എന്താണ്? ഇന്ന് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ഒരു നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സഭയാണ്. ചെറിയ സഭയുണ്ട്, വലിയ സഭയുണ്ട്. അപ്പോൾ ആ സഭയ്ക്ക് ഒരു സഭയുടേതായ ഒരു വിജയം, സഭയുടേതായ ഒരു ഫലം പുറപ്പെടുവിക്കുന്ന സഭയാകണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഐക്യ മനസ്സുണ്ടാകണം. ആ മനസ്സെന്താണ്? ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമാണ് ജോലി ചെയ്യുന്നത് എന്ന ഒരു ഐക്യം വേണം. ഇവിടെ അക്കാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ഒരു കാര്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ കോപം ആ സഭയുടെ മുകളിലാണ് വന്നത്. ഐ ആം ടെല്ലിങ് യു, ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. അതിൻ്റെ തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, അതിൻ്റെ കുറ്റം അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ ഏറ്റെടുത്തത് ആരാണ്? അക്കാൻ മാത്രമല്ല, അവൻ്റെ കുടുംബവും അവൻ്റെ കന്നുകാലിയും അവൻ്റെ കഴുത വരെ അതിൻ്റെ കുറ്റത്തിന് സഹിക്കേണ്ട വന്നു. അതിന് ഹാഡ് ടു പേ ദ പ്രൈസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരാളെ കബളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് മനുഷ്യനെ കബളിപ്പിക്കാൻ പറ്റും, പക്ഷെ ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ബെറ്റർ നമ്മൾ ദൈവത്തെ നമ്മുടെ ജീവിതങ്ങൾ തുറന്നു കാണിക്കുക. അവനറിയാം നമുക്ക് ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്. അതിനു വേണ്ടിയാണ് ദൈവം വന്നത്. എൻ്റെ ബലഹീനതയിൽ എനിക്ക് ശക്തി തരാനാണ് ദൈവം വന്നത്. ഐ വിത്ത് മീ? ശക്തിയുള്ളവന് ശക്തിയുടെ ആവശ്യമില്ല. അത് പാപിയൊക്കെയാണ് ദൈവം വന്നത്. ദൈവം പറഞ്ഞ്, ഞാൻ വന്നത് നീതിമാനെ രക്ഷിക്കാനല്ല, ഞാൻ വന്നത് പാപിയെ തേടി അവനെ രക്ഷിക്കാനാണ്. അപ്പോൾ പാപിയെ തേടി രക്ഷിക്കുമ്പോൾ ആ പാപിക്ക് പാപം വിട്ട് യേശുവിലേക്ക് വരണം എന്നുള്ള ഒരു ചിന്ത വേണം. അതാണ് ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ ദൈവം പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ ഇനി പാപം ചെയ്യരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കബളിപ്പിച്ച് മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും നേടാമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സമൂഹത്തിൽ ജഡികമായ നമ്മൾ കാണുന്ന ഈ സഭയിൽ ചിലപ്പോൾ നിനക്ക് ചില നേട്ടങ്ങൾ കിട്ടുമായിരിക്കും, ഹലോ, അല്ലെങ്കിൽ നിനക്ക് സമൂഹത്തിൽ ചില നേട്ടങ്ങൾ കിട്ടുമായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നീ കുറ്റവാളിയാണ്. ആ കുറ്റത്തിന് നീ ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരും. പലപ്പോഴും ഒരു കുടുംബത്തിലെ ഒരു അപ്പൻ അല്ലെങ്കിൽ കുടുംബനാഥൻ ആകുന്ന ഒരു വ്യക്തി ഒരു ദൈവത്തിൻ്റെ വചനം ലംഘിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അതിൻ്റെ ശിക്ഷ മക്കളും എല്ലാവരും ഏറ്റെടുക്കേണ്ടി വരും. ഒന്നും ചെയ്യാതെ
നിരപരാധിയായ മക്കളും ഭാര്യയും ചിലപ്പോൾ അതിൻ്റെ ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരും. ഐ വിത്ത് മീ? സോ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ്. നമ്മൾ മനുഷ്യനെ കബളിപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ നീ ദൈവത്തിന് മുമ്പിൽ നിന്റെ ചെയ്ത പ്രവൃത്തി ദൈവം നിന്നെ വിധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പെട്ടെന്നൊന്ന് ജോഷുവ പ്രവചന പുസ്തകം 7-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം വായിക്കാമോ? 11 വായിക്കാമോ? 11. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു, അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് ഒളിച്ചു വച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തമായി തീർന്നുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കേട്ടേണ്ടി വന്നു. ആമേൻ. പിന്നെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ആ ഒരു കോർപ്പറേറ്റ് ബ്ലെസ്സിങ് നഷ്ടപ്പെടുത്താതെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു വചനം കൂടെ കേട്ടിട്ട് നമുക്കറിയാം, വേറെ ഒരു കബളിപ്പുകാരനെ കുറിച്ച് കേൾക്കുക. ഞാൻ പറഞ്ഞു വരുന്നതാണ്, നിനക്ക് ദൈവത്തെ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ നിനക്ക് കിട്ടും. കാരണം പലപ്പോഴും കബളിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ദൈവം സ്നേഹമാണ്, ദൈവം എല്ലാം അറിയുന്ന ദൈവമാണ്, ദൈവം എനിക്ക് വേണ്ടി മരിച്ച ദൈവമാണ്. തീർച്ചയായിട്ടും ദൈവം സ്നേഹമാണ്, ദൈവം നിനക്ക് വേണ്ടി മരിച്ചവനാണ്. പക്ഷേ നീ ദൈവത്തെ കബളിപ്പിക്കുകയാണെങ്കിൽ നിനക്കതിന് ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരും. കാരണം പാപത്തിൻ്റെ വേദന മരണമാണ്. പക്ഷേ നീ ആ പാപം ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് കിട്ടേണ്ട മരണം യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ നീ അതൊക്കെ അവഗണിച്ചിട്ട് നീ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ശിക്ഷ കിട്ടും. നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 15 മുതൽ 16 വരെ ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? ഗഹാസി എന്ന് പറഞ്ഞ ഒരു വൃത്യനുണ്ടായിരുന്നു. ആരുടെ വൃത്യനായിരുന്നു? എലീശ പ്രവാചകൻ്റെ. 2 രാജാക്കന്മാർ 5, 15, 16. നമുക്കറിയാം നമാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് സംഭവിച്ചു അല്ലേ? കുഷ്ഠരോഗമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ കുഷ്ഠം രോഗം മാറിയിട്ട് അവൻ്റെ ത്വക്ക് പറഞ്ഞ ശിശുവിൻ്റെ പോലെ ആയെന്നാണ് വചനം പറയുന്നത്. അങ്ങനെ അവനൊരു അത്ഭുതകരമായ ഒരു സൗഖ്യം കിട്ടി. പിന്നെ അവൻ തൻ്റെ സകല പരിവാരവുമായി ദൈവപുരുഷൻ്റെ അടുക്കൽ മടങ്ങി വന്ന് അവൻ്റെ മുമ്പാകെ നിന്നു. ഇസ്രായേലിലല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ആകയാൽ അടിയൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല. അപ്പോൾ നയമാൻ, എന്നാൽ മതി ഇവിടെ മനസ്സിലാക്കണം, ഇത് 2 ദൂതുണ്ട്. ഒന്ന് എന്താണ്, ഈ സൗഖ്യം കിട്ടിയ വ്യക്തി നേരത്തെ എലീശ പ്രവാചകനോട് വളരെ ദേഷ്യമായിരുന്നു. എന്താണ്, അവിടെ വലിയ മാജിക്ക് പോലെ ഒന്നും കാണിച്ചില്ല. വെറുതെ എന്നാ പറയുന്നത്, എലീശ പ്രവാചകൻ ഈ വ്യക്തിയെ പോയി കാണുക പോലും ചെയ്തില്ല. അവൻ്റെ എന്നാ പറയുന്നത് ഭൃത്യൻ വഴിയാണ് ഒരു ദൂത് കൊടുത്തത്, നീ പോയി മുങ്ങാനായിട്ട്. 7 പ്രാവശ്യം പോയി ജോർദാൻ നദിയിൽ മുങ്ങാനായിട്ട്. പക്ഷേ അവൻ മുങ്ങി, അവൻ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി കണ്ടു കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വന്നിട്ട് ഏറ്റു പറഞ്ഞു, ഇതാണ് യഥാർത്ഥ ദൈവമെന്ന്. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ ആ അനുഗ്രഹത്തിന് ദൈവത്തോട് നന്ദി പറയണം. രണ്ടാമത്, പാസ്റ്റർമാർക്കുള്ളൊരു ദൂതുണ്ട്. നീ ദൈവം നിനക്ക് തന്ന അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ വ്യക്തിക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ അത് കച്ചവടം ചെയ്യരുത്. ഹലോ, പല വ്യക്തികളും ഒരു സൗഖ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വ്യക്തിയുടെ ഒരു പായൽ കറക്കുന്ന ഒരു പശുവിനെ പോലെയാണ്. ആവശ്യമുള്ളപ്പോഴൊക്കെ പറയും, നിന്റെ ക്യാൻസർ മാറി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ എനിക്ക് വീട് പണിയണം, കുറച്ച് പൈസ താ. ഇതൊരു കറവ പശുവിനെ പോലെയാണ് ഓരോരുത്തരും വയ്ക്കുന്നത്. ഹലോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒന്നെങ്കിൽ ജഡികമായ കാര്യത്തിൽ, അല്ലെങ്കിൽ വേറെ തരത്തിൽ നിന്നാണ് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ഞാൻ കൈവച്ചതുകൊണ്ടാണ് അവന് സൗഖ്യം കിട്ടിയെന്ന് പറയും. ഹലോ, ഇവിടെ എലീശ പ്രവാചകൻ വന്നു, എനിക്കൊന്നും വേണ്ട. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ദൗത്യം ഇതാണ്, ദാനമായി കിട്ടിയത് ദാനമായിട്ട് കൊടുക്കണം. ഐ വിത്ത് മീ? ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നിനക്ക് ഒരിക്കലും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നീ എടുക്കരുത്. പക്ഷേ എന്താണ്, ജഡികമായ അവൻ്റെ ഒരു വൃത്യനുണ്ടായിരുന്നു, ഗഹാസി. 20-27 വായിച്ചേ, സമയമില്ല. 22-ാമത്തെ വചനം. അതിന് അവൻ സുഖം തന്നെ, ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ 2 യൗവനക്കാർ എഫ്രൈം മലനാട്ടിൽ നിന്ന് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരണമേ എന്ന് പറവാൻ എൻ്റെ യജമാനൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. നമുക്കറിയാം അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത്. അത് കൊടുത്തു കഴിഞ്ഞ് എലീശ പ്രവാചകൻ അറിഞ്ഞപ്പോൾ ഈ ഗഹാസി എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു? അവന് നാമാൻ്റെ കുഷ്ഠം ഇങ്ങോട്ട് വന്നു. സഹോദരാ, നിനക്ക് ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റുകയില്ല. ഹലോ,
ഈ സത്യം നീ മനസ്സിലാക്കണം. നീ കബളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയ തലത്തിലും ലൗകിക തലത്തിലും പലതരത്തിൽ കബളിപ്പുണ്ട്. ഹലോ, യു ഷുഡ് നെവർ ഫൂൾ ഗോഡ്. അപ്പോൾ നമ്മളൊരു തീരുമാനമെടുക്കണം. ഞാൻ സഭയിൽ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ ആരാധിക്കാൻ വരുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടിയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടാനല്ല. ഞാൻ പറയട്ടെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. നമ്മൾ വിശ്വാസികൾ കൊടുക്കുന്നവരായിരിക്കണം, വാങ്ങിക്കുന്നവരായിരിക്കരുത്. ഹലോ, വി മസ്റ്റ് ബി ഗിവേഴ്സ് ആൻഡ് നോട്ട് റിസീവേഴ്സ്. ഞാൻ പറയുമ്പോൾ തെറ്റായി എടുക്കരുത്. ദൈവത്തിൻ്റെ കൃപ കിട്ടരുതെന്നല്ല പറയുന്നത്. നമ്മൾ ലൗകികമായി നോക്കുമ്പോൾ നമ്മളെപ്പോഴും, ദൈവം പറയുന്നുണ്ട് എബ്രാഹാമിനോട് ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമാകും. നീ അപ്പോൾ നമ്മളിൽ നിന്ന് ഒരു അനുഗ്രഹം പുറത്തേക്ക് പോകണം. അല്ലാതെ മറ്റു വ്യക്തികൾക്കുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ വലിച്ച് സ്വന്തമാക്കാനല്ല നോക്കേണ്ടത്. നീ ആ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ തന്നെ മിക്ക പ്രശ്നങ്ങളും തീരും. ഹലോ, ഒരു വ്യക്തി ഒരു സഭയിൽ വരുന്നത് അവൻ അംഗീകാരം കിട്ടാനാകരുത്, അവൻ ദൈവത്തിന് അംഗീകാരം കൊടുക്കാനാണെങ്കിൽ പിന്നെ അവന് പ്രശ്നമില്ലല്ലോ. ഹലോ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രീതി നമുക്കുണ്ടാകും. ആ ദൈവത്തിൻ്റെ നമ്മളുടെ ഹൃദയം മനസ്സിലാക്കുന്ന ദൈവമാണ്. കാരണം ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാപങ്ങളുണ്ട്, കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. അങ്ങനെ ഉള്ളൊരു വ്യക്തിയാണ് ദാവീദ്. പക്ഷെ അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയുന്നുണ്ട്, ദാവീദിൻ്റെ ഹൃദയവും യേശുവിൻ്റെ ഹൃദയവും ഇണങ്ങിയതാണ്. കാരണം എന്താണ്? അവൻ്റെ വ്യഭിചാരവും അവൻ്റെ കൊലപാതകവും അവൻ്റെ മറ്റ് കുറവുകളുടെ ഇടയിൽ തന്നെ ദൈവത്തിനറിയാം അതിനേക്കാൾ മറികടക്കുന്ന ഒരു ദൈവത്തോടുള്ള ഒരു സ്നേഹമുണ്ട്. മീ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് അവൻ്റെ കുറ്റമല്ല ദൈവം നോക്കിയത്, അവൻ്റെ ഹൃദയമാണ്. അപ്പോൾ ഒരു കബളിപ്പുള്ള ഒരു സ്വാർത്ഥതയുടെ ഒരു ഹൃദയമല്ല നമുക്കുണ്ടാകേണ്ടത്. നമ്മൾക്ക് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമായിരിക്കണം. ആ സ്നേഹിക്കുന്ന ഹൃദയമാണെങ്കിൽ ആ സ്നേഹം ഒരു പ്രവൃത്തിയിൽ അത് വെളിപ്പെടും. എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, വിശ്വാസം അല്ലേ, വിശ്വാസം നല്ലതാണ്, പക്ഷേ പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം ശൂന്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്താൽ നമ്മളുടെ വിശ്വാസം മസ്റ്റ് മാനിഫെസ്റ്റ്. അത് പ്രവൃത്തി വഴി പുറത്തേക്ക് വരണം. പ്രവൃത്തി വഴി എങ്ങനെയാണ് വരുന്നത്? അനുസരണ വഴി. മീ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് അനുസരിക്കുക. അതിൻ്റെ അനുസരിച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ത് സംഭവിക്കുവാൻ പറ്റും, സംഭവിച്ചേക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതെ എന്ത് സംഭവിച്ചാലും അത് അനുസരിക്കുക. നമ്മൾ നേരത്തെ ഉള്ള ടോക്കിൽ നമ്മൾ കേട്ടിരുന്നു, എങ്ങനെയാണ് ആ രക്തസ്രാവമുള്ള സ്ത്രീ അല്ലേ, നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ടോക്കിൽ എങ്ങനെയാണ് നമ്മളുടെ ഈ കൊല്ലത്തെ നമ്മളുടെ ദൂത് ഈസ് കൊളോഷ്യൻസ് 1:27. എന്താണ്? ക്രൈസ്റ്റ് ഇൻ മീ ഈസ് എ ഹോപ്പ് ഓഫ് ഗ്ലോറി. ക്രൈസ്റ്റ് ഇൻ മീ ഈസ് എ ഹോപ്പ് ഓഫ് ഗ്ലോറി. ക്രൈസ്റ്റ് ഇൻ മീ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം എന്നിലുള്ളതാണ് എൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യാശ. അതിന് 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരുന്നു. ഒന്നെന്താണ്? യു മസ്റ്റ് എക്നോളജ് ഇറ്റ്. പിന്നെ യു മസ്റ്റ് മെഡിറ്റേറ്റ് അപ്പോൺ ഇറ്റ്. തേർഡ് ഇസ് യു മസ്റ്റ് ആക്ട് അപ്പോൺ ഇറ്റ്. ഒന്ന് ദൈവത്തിൻ്റെ വചനം, ഞാനത് മെഡിറ്റേറ്റ് ചെയ്യണം അല്ലേ, അത് എക്നോളജ് ചെയ്യണം. അത് യേശുവാണ് എൻ്റെ രക്ഷകൻ, യേശുവിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് യു മസ്റ്റ് എക്നോളജ്. പിന്നെ യു മസ്റ്റ് മെഡിറ്റേറ്റ് ഓൺ ഇറ്റ്. ദൈവം ആ വചനങ്ങൾ, വാഗ്ദാനങ്ങൾ, ഉടമ്പടിയൊക്കെ എനിക്ക് തന്നതാണ്, അത് മാറാത്ത വാഗ്ദാനങ്ങളാണ്. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ യു മസ്റ്റ് ആക്ട് അപ്പോൺ ഇറ്റ്. ആ രക്തസാര സ്ത്രീ അന്നത്തെ സമൂഹത്തിൽ ഒരു ഓസ്ട്രസൈസ്ഡ് സ്ത്രീയാണ്. ആ സമൂഹത്തിൽ നിന്ന് അടുത്തുപോലും വരാൻ പാടില്ലാത്തതാണ്. അങ്ങനെയുള്ളൊരു സ്ത്രീ ആ ജനക്കൂട്ടത്തിൻ്റെ മധ്യേ എന്ത് അവൾക്ക് സംഭവിക്കുമെന്ന് പോലും ചിന്തിക്കാതെ യേശുവിനെ അടുക്കൽ വന്നു. പിന്നെ ഷീ പുട്ട് ഹെർ ഫെയ്ത്ത് ഇൻ ടു ആക്ഷൻ. അവളോട് തന്നെ പറഞ്ഞു, അവൻ്റെ ഉടുപ്പിൻ്റെ തുമ്പ് ഞാനൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. ഷീ എക്സസൈസ്ഡ് ഹർ ഫെയ്ത്ത്. ഷീ ആക്റ്റഡ് അപ്പോൺ ഹർ ഫെയ്ത്ത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് തൽക്ഷണം അവൾക്ക് സൗഖ്യം കിട്ടി. എങ്ങനെ കിട്ടി? ദൈവം പറഞ്ഞു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെടുന്നത് ഞാൻ അറിഞ്ഞു എന്ന്. സോ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാകണം. അപ്പോഴാണ് നമ്മളുടെ ഈ സഭയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കാണാൻ പോകുന്നത്.
ഹല്ലേലൂയ. അപ്പം നമ്മളുടെ ഈ കൊല്ലത്തെ വചനം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വചനം ഇതായിരിക്കണം. ക്രൈസ്റ്റ് ഇൻ മീ ഈസ് എ ഹോപ്പ് ഓഫ് ഗ്ലോറി. ആമേൻ. അപ്പോൾ അങ്ങനെ എന്നിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവമായിരിക്കും എന്നിലുള്ളത്, അല്ലേ? ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, റോമാർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായം 15-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നമുക്ക് ഇപ്പോൾ ഉള്ളത് പക്ഷേ പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ ദൈവം എനിക്ക് തന്നു. ആ ആത്മാവ് എന്നിൽ വസിക്കുന്നത് കൊണ്ട് 14-ാമത്തെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ എനിക്ക് എൻ്റെ പിതാവിനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അറിവും കഴിവും എനിക്ക് ശക്തിയുമെല്ലാം ദൈവം തരികയാണ്. അങ്ങനെയുള്ള ഒരു ദൈവം വസിക്കുന്ന ഒരു വ്യക്തിക്ക് കബളിപ്പുണ്ടാകുകയില്ല. കാരണം ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ സ്വഭാവമായിരിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നമ്മൾ നയിക്കണം. അപ്പോഴാണ് നമ്മൾ ഓരോരുത്തരും കേൾക്കും, സഹോദര, ഇതെൻ്റെ പ്രിയ മകളാണ്, ഇതെൻ്റെ പ്രിയ മകനാണ്, അവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. എന്നെ തകർക്കാൻ ശത്രുവിൻ കരം എൻ്റെ മേലുയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ